മലയാള സിനിമയിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള നടന്മാരിൽ ഒരാൾ, വിവാദങ്ങൾ വിട്ടൊഴിയാത്ത നടൻ, കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നു. പിന്നീട് തൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയ നടൻ, ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നു മെച്ചം. അതെ, അതാണ് ശ്രീനാഥ് ബാസി. പ്രണയമെന്ന മോഹൻലാൽ ചിത്രത്തിലെ അരുൺ എന്ന കഥാപാത്രമായി സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. പിന്നീട് 22 ഫീമെയിൽ കോട്ടയത്തിലെ ബോണി, ഡാ തടിയ ചിത്രത്തിലെ സണ്ണി ജോസ് പ്രകാശ്, ഹണിബിയിലെ അബു, ഹോമിലെ ആന്റണി, അഞ്ചാം പാതിരയിലെ ആൻഡ്രൂ, കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണി, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ഇബിൻ, നോർത്ത് 24 കാതത്തിലെ സിദ്ധാർത്ഥ്, കപ്പേളയിലെ റോയ്, മഞ്ഞുമ്മൽ ബോയ്സിലെ സുഭാഷ്, ഇതാ ഏറ്റവും ഒടുവിൽ പൊങ്കാലയിലെ അബി. അങ്ങനെ കണ്ണിൽ മിന്നിമറയുന്ന എത്രയെത്ര വേഷങ്ങൾ. ആ വേഷങ്ങളെല്ലാം അടിവരയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു മികച്ച നടനാണെന്ന്. അതിനാക്കം കൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം റിലീസായ പൊങ്കാല. പ്രതികാരത്താൽ കൊത്തിയെടുത്ത വിചിത്ര കഥ എന്ന് ചിത്രത്തെ വിശേഷിപ്പിക്കാം. അതുമല്ലെങ്കിൽ ഒരു ബാസി ഷോ. പകയുടെ മേമ്പടിയോടെ എത്തിയ ഒട്ടനവധി സിനിമകളുണ്ട് മലയാളത്തിൽ. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പകയുടെയും വിശ്വാസവഞ്ചനയുടെയും കഥ പറയുന്ന ചിത്രമാണ് പൊങ്കാല. കൊച്ചിയിലെ വൈപ്പിനിലാണ് കഥ നടക്കുന്നത്. 2000 കാലഘട്ടം. അബി എന്ന കഥാപാത്രത്തിന്റെ വ്യത്യസ്ത കാലഘട്ടവും അവൻ അനുഭവിച്ച വേദനയുടെയും നെടുവീർപ്പിന്റെയും പ്രണയത്തിന്റെയും ചോര പുരണ്ട അധ്യായമാണിത്. സഖാവ് ചന്ദ്രന്റെ നരേഷനോടെ ആരംഭിക്കുന്ന ചിത്രം പ്രേക്ഷകനെ പിന്നീട് കൊണ്ടുപോകുന്നത് ഫ്ലാഷ് ബാക്കിലേക്കാണ്. തരകൻ സാബുവാണ് വൈപ്പിൻ ഹാർബറിലെ എല്ലാം. ഇയാൾ അനുജന്മാരായി കാണുന്നവരാണ് അബി അടക്കമുള്ളവർ. എന്തിനും ചങ്കു പറിച്ചു കൊടുത്തിരുന്ന ഇവർ തമ്മിൽ പിന്നീട് 2 ചേരിയായി മാറുന്നു. ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. പിന്നീട് ഒപ്പം നിന്നവർ തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഇരുട്ട് നൽകിയതെന്ന് അബി തിരിച്ചറിയുന്നു. അബി എന്ന കഥാപാത്രമായി ശ്രീനാഥ് ബാസി എത്തുമ്പോൾ ബാബുരാജാണ് തരകൻ സാബുവായി എത്തിയത്. ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തവർ മുതൽ പ്രധാന റോളിലെത്തിയവർ വരെ തങ്ങളുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ബാല്യകാലത്ത് കയറിക്കൂടിയ ഓർമ്മകളും വേദനകളും പേറി മൗനമെന്ന സ്ഥായി ഭാവത്തോടെ, അല്ലെങ്കിൽ തൻ്റെ വികാരങ്ങൾ പുറത്ത് കാണിക്കാനാകാതെ അലയുന്നൊരു കഥാപാത്രമാണ് ശ്രീനാഥ് ബാസിയുടേത്. ആ വേഷം തന്മയോടെ തന്നെ അവതരിപ്പിക്കാൻ നടന് സാധിച്ചിട്ടുമുണ്ട്. ഇതോടെ ഇടിയുടെ മാലപ്പടക്കത്തിനാണ് തിയേറ്ററിൽ ബാസി തിരികൊളുത്തിയിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ആക്ഷനിൽ കയ്യടി നേടുന്ന രോമാഞ്ചം വരുന്ന പെർഫോമൻസിന്. അടിയുടെ പൊടിപൂരമായി പൊങ്കാല മാറുമ്പോൾ ധൈര്യമായി പറയാം, ശ്രീനാഥ് ബാസിയിൽ നിന്നും ഇനിയുമേറെ ഈ സിനിമാ ലോകത്തിന് പ്രതീക്ഷിക്കാനുണ്ട്. ഇനിയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി താരം മുന്നോട്ട് പോട്ടെ.